ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. ഞാൻ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ മാർക്കറ്റിൽ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മുടെ പൊസിഷൻ ഒരു 300 റുപ്പീസിൻ്റെ ഒക്കെ ലോസ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇപ്പം ഞാൻ എൻട്രി എടുത്തേ ഉള്ളൂ ട്രേഡിൽ. ഓക്കെ, ജസ്റ്റ് പോസിറ്റീവായിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് ജസ്റ്റ് പ്ലേസ് ചെയ്തേക്കാം. നമുക്ക് എൻട്രി കിട്ടിയത് 781.70 നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 38 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് തന്നെ വയ്ക്കാം. 744ഉം 745. ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും വെച്ചിട്ടുണ്ട് 744ഉം 745ഉം. ഇപ്പം അത്യാവശ്യം ഒരു നല്ലൊരു മൊമെൻറ്റം മുകളിലോട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സൗണ്ടിൻ്റെ ആണെന്നറിയില്ല, ഒരുപാട് പേര് പറഞ്ഞു ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ട്രേഡ് ചെയ്യുന്നതെന്ന്. ആക്ച്വലി ഞാൻ വളരെ കൂളായിട്ട് 2000 പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് 3000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കും. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ മാറ്റി ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്തേക്കാം. 832 വരും. വീണ്ടും അവിടെ നിന്ന് താഴോട്ട് വരുന്നുണ്ടല്ലോ മാർക്കറ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. എത്ര രൂപ ലോസ് വരാനാണ്? 10,000 രൂപ, അല്ലെങ്കിൽ 3 ട്രേഡ് എടുത്താൽ 3, 6, 3, 9 രൂപ ലോസ് വരുമായിരിക്കും അത്. ഓക്കെ, അവിടെ നിന്നൊരു റിജക്ഷനാണ് ക്യാൻഡിൽ ഫോം കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിലാണ് ഇപ്പോൾ നമ്മളെ കൂടെ പുതിയ ജോയിൻ ചെയ്തെന്നവരെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാൻഡിലിൻ്റെ ഫിബോ ഡ്രോ ചെയ്യുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് റീടെസ്റ്റോ അല്ലെങ്കിൽ താഴത്തോട്ട് ബ്രേക്ക് ഡൗണോ തന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് നമ്മളുടെ ട്രേഡ് എടുക്കുന്നു. കാരണം ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് സ്ട്രാറ്റജി എന്താണെന്ന്. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ നല്ലപോലെ വേണമെങ്കിൽ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തും കാണിക്കാം. ഇതാണ് ഫിബോയെ ഡ്രോ ചെയ്യേണ്ടത്. 940യുടെ ക്യാൻഡിലിൽ നമ്മൾ ഡ്രോ ചെയ്തു. അതിൻ്റെ 0.6% നമ്മളൊരു ലൈനെ ഡ്രോ ചെയ്ത് വയ്ക്കുന്നു. ഈ ലൈൻ ഇതിനൊന്ന് കളഞ്ഞേക്കട്ടെ. ഈ ലൈനിൽ വന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്താൽ നമ്മൾ അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് എടുക്കുന്നു. ആദ്യം ഒരു കൺവിക്ഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അപ്പ് സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഏത് സൈഡിലോട്ടാണോ ബ്രേക്ക് ഔട്ട് തരുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ തരുന്നത് നമ്മൾ ആ സൈഡിലോട്ട് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഞാൻ വയ്ക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ വയ്ക്കുന്നത് 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും, ഇനി നമുക്ക് എഗനിസ്റ്റാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 38 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസുമാണ്. സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇപ്പം നമ്മൾ 38 എന്ന് പറഞ്ഞാൽ 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും. അപ്പം മാർക്കറ്റ് ഇപ്പോൾ വീണ്ടും അവിടുന്ന് ആ ഒരു ക്യാൻഡിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു റിജക്ഷൻ കാണിച്ച് താഴത്തോട്ട് വരുന്നുണ്ട്. 3000ഓളം പ്രോഫിറ്റ് കാണിച്ചായിരുന്നു. ഞാൻ 3000 മേളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ അവിടുന്ന് സ്റ്റോപ്പ് ലോസിന് ട്രെയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ സ്റ്റോപ്പ് ലോസിന് ഇവിടെ ട്രെയിൽ ചെയ്യാതിരിക്കുന്നതിനും ഒരു കാരണമുണ്ട്. കാരണം ചിലപ്പം മാർക്കറ്റ് റീടെസ്റ്റ് എടുക്കാതെയാണ് നമ്മുടെ ലൈൻ്റെ നിന്ന് മേളിലേക്ക് പോയിരിക്കുന്നത്. CPRനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് റിജക്ഷൻ വന്നാൽ താഴത്തോട്ടൊരു ഫോൾ കിട്ടാനും ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, നമ്മളേതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസുമായിട്ട് ഇൻടാക്റ്റ് ആണ്. അപ്പോൾ പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഇനി എൻ്റെ സൗണ്ടിൻ്റെ ആണോ എൻ്റെ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു 10,000 റുപ്പീസൊക്കെ ഞാൻ ബെയർ ചെയ്യാൻ തയ്യാറാണ്. ഒരു 3 ട്രേഡാണ് ഞാൻ മാക്സിമം എടുക്കാറുള്ളത്. ലോസ് ആണെങ്കിൽ, പ്രോഫിറ്റ് ആണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യും. ഓക്കെ, ക്യാൻഡലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. സോ എൻ്റെ ലോസ് ലിമിറ്റ് എന്ന് പറയുന്നത് എനിക്കറിയാം. അല്ലാതെ ഞാൻ വെറുതെ ലോസ് എത്രയാണെന്നോ പ്രോഫിറ്റ് എത്ര എടുക്കണമെന്നോ ഒന്നും അറിയാൻ പാടില്ലാതിരിക്കുന്നതല്ല. എൻ്റെ ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും എനിക്കറിയാം ഇത്ര രൂപയാണ് ഞാൻ ഇന്ന് മാർക്കറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ലോസ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ഇത്ര രൂപയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വളരെ ക്ലാരിറ്റിയോട് തന്നെയാണ്. ഇനി എൻ്റെ സൗണ്ടിൻ്റെ ആയിരിക്കും. ഒരാൾ സ്ട്രോക്ക് അടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല അല്ലേ, നമുക്കിത് മാറ്റിയേക്കാം. കാരണം ഒരാൾ വളരെ ഭയങ്കരമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇത്രയും ടെൻഷൻ അടിക്കുന്നത് എന്തിനാ, സ്ട്രോക്ക് അടിച്ച് ചാവാൻ നിൽക്കണ്ടെന്നൊക്കെ. അപ്പോൾ ബ്രോ, നമ്മൾ ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് എഗനിസ്റ്റായി. ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് നമ്മളുടെ ടാർഗറ്റ് തന്നെ ഹിറ്റ് ചെയ്യുമെന്നാണ്. കാരണം നമ്മുടെ ലൈനിനെ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കും. പക്ഷേ പ്രീമിയത്തിൽ നല്ലൊരു ഡിപ്പുണ്ടായാൽ ചിലപ്പം
നമ്മുടെ ലൈൻ്റെ അവിടുന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ ഔട്ടാവേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മളൊരു റീ എൻട്രി സെയിം സ്ട്രൈക്ക് പ്രൈസിൽ സെയിം സ്ഥലത്ത് അല്ലെങ്കിൽ സെയിം എൻട്രി പോയിൻറ്റിൽ തന്നെ നമ്മളൊരു എൻട്രി എടുക്കും. ഓക്കെ തിരിയണം. ഇവിടുന്നാണ് റിജക്ഷൻ കാണിക്കേണ്ടത്. ഇപ്പോൾ എത്രയോ 2000 അടുപ്പിച്ച് ഇപ്പോൾ ലോസ് കാണിക്കുന്നുണ്ട്. 762. 2000 ഇനി ഇവിടുന്നൊരു റിജക്ഷൻ കാണിക്കും എന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം. കാരണം എനിക്കിപ്പോഴും ഒരു അപ്സൈഡ് മൊമെൻറ്റ് ഫൈൻ ഒരു റിജക്ഷൻ കാണിക്കുന്നുണ്ട്. എനിക്കിപ്പോഴും ഇവിടുന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നെ കിട്ടും എന്നാണ് ഞാൻ വളരെ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് മാർക്കറ്റിൽ നിന്ന് താഴോട്ട് പോകും എന്നും പറഞ്ഞ് മേളിൽ സെല്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് ഉറപ്പായിട്ടും മാർക്കറ്റ് എടുക്കാൻ മേളിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നല് വെറുതെ ആയിപ്പോയി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഒരു 3000+ ഒരു ലോസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പ്രീമിയം വെച്ചിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിനി ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. എനിക്ക് മാർക്കറ്റിൽ ഇവിടുന്ന് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കണ്ടു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളുടെ ലൈനിനെ ക്രോസ് ചെയ്തപ്പോഴാണ് ട്രേഡ് എടുത്ത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് നമ്മളിപ്പോൾ ഏകദേശം നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ടില്ല. കാരണം നമ്മളുടെ ആദ്യത്തെ ഒരു ടാർഗറ്റ് ലെവൽ തന്നെയാണ് ഞാൻ ടാർഗറ്റായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ മാർക്കറ്റ് എത്തുമ്പോൾ മാനുവലി എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് അപ്ഡേറ്റ്. ട്രേഡേഴ്സ് മാർക്കറ്റ് ഇപ്പോൾ
നമ്മളുടെ വീണ്ടും നമ്മളുടെ കോസ്റ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു റീടെസ്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ മാനുവലി എക്സിറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടെക്റ്റാണ് 38 പോയിൻറ്റ്സിൻ്റെ. സോ ഏതായാലും ഇപ്പോൾ തിരിച്ചവിടുന്ന് കയറുന്നുണ്ട്. ഒരു 1300 1500 പ്രോഫിറ്റ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നമ്മളുടെ ടാർഗറ്റ് ലെവൽ എത്തിയിട്ടേ ഇറങ്ങുന്നുള്ളൂ. സോ ഞാൻ ടാർഗറ്റ് കൊടുത്തിട്ടില്ല, സ്റ്റോപ്പ് ലോസ് ഏതായാലും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏതായാലും നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് ഇപ്പോൾ ഏകദേശം നമ്മളുടെ ടാർഗറ്റ് പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ എക്സിറ്റ് ചെയ്തിട്ടില്ല. ഇവിടുന്ന് ഒരു നല്ല മൊമെൻറ്റം കാണിക്കാൻ സാധ്യത ഉണ്ടെന്ന് 4000 മേളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 4000 ഓക്കെ ട്രേഡേഴ്സ് നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്തേക്കാം. അവിടുന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് ഒരു അത്യാവശ്യം ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇവിടുന്ന് വരാൻ ചാൻസ് ഉണ്ടെന്ന്. അതാണ് ഞാൻ മാനുവലി എക്സിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത്, ടാർഗറ്റ് കൊടുക്കാതെ. പക്ഷേ എക്സാക്ട്ലി നമ്മളുടെ ടാർഗറ്റ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നത്. ഞാൻ ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മാർക്കറ്റ് തിരിച്ച് പോയി ഇതിനൊന്ന് നീക്കിയാൽ ജസ്റ്റ് കാണാൻ പറ്റും. ഇവിടെ വന്നു. മാർക്കറ്റ് നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ നമ്മുടെ ട്രേഡിൽ എൻ്ററായി. എക്സാക്ട്ലി നമ്മൾ നേരത്തെ വെച്ചിരുന്ന ടാർഗറ്റ് പോയിൻ്റ് തന്നെയായിരുന്നു നമ്മളുടെ ടാർഗറ്റ് ഏരിയ ആയിട്ട് വെച്ചിരുന്നത്. ഇവിടെ നിന്നും മേലിലേക്ക് പോകുന്ന ഞാൻ വിചാരിച്ചത്. സോ അതാണ് ഞാൻ മാനുവലി എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഇവിടുന്ന് പോയാൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഒരു 5700 അടുത്ത്. അപ്പോൾ ഒരു 5700 വല്ലതും ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുക. കാരണം നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അവിടെ ഉള്ളത്. സോ മാർക്കറ്റ് ഡിപ്പ് എടുത്തു. ഇനി മേലിലേക്ക് പോയി ആ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇപ്പോൾ ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ കറക്റ്റ് എക്സാക്ട്ലി നമ്മളുടെ ടാർഗറ്റ് എത്തി. അവിടെ നിന്ന് റിജക്ഷൻ കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയത്. ഓവറോൾ നമ്മളിന്ന് ഒരു 7000 പ്രോഫിറ്റായിരുന്നു ആ ട്രേഡ് ബുക്ക് ചെയ്തത്. ഫസ്റ്റ് ട്രേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ക്യാൻഡിൽ വന്നു. ക്യാൻഡിലിൻ്റെ നമ്മുടെ ഇതിൻ്റെ മേളിൽ ക്ലോസ് ചെയ്ത ഉടനെ, നമ്മളുടെ ലൈനിൻ്റെ മേളിൽ ക്ലോസ് ചെയ്ത ഉടനെ നമ്മൾ ട്രേഡിൽ എൻ്ററായി. എക്സാക്ട്ലി 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചു. ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സെക്കൻഡ് ട്രേഡിൽ നമ്മൾ പ്രോഫിറ്റും എടുത്തു. ഓവറോൾ ഒരു 3000+ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്.